തൃണമൂൽ കോൺഗ്രസ് വഴി PV അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. ഒറ്റയ്ക്ക് വന്നാലും പുതിയ പാർട്ടി രൂപീകരിച്ചെത്തിയാലും സ്വീകരിക്കും. ഇത് സംബന്ധിച്ച് PV അൻവറുമായി കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കും. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുകയാണ്. അഖിൽ, PV അൻവർ വരുന്നതിൽ തെറ്റില്ല, പക്ഷേ തൃണമൂൽ കോൺഗ്രസിനെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് ഇപ്പോൾ UDF-ന്റെ നിലപാട്. വിവരങ്ങൾ. നീലിമ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി UDF-ൽ ഒരു കസേര നേടുക എന്ന് തന്നെയാണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ആ ലക്ഷ്യത്തെ കോൺഗ്രസ് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. നിലമ്പൂരിൽ പൂർണ്ണമായ പിന്തുണ, പരിപൂർണ പിന്തുണ PV അൻവറിനോട് UDF നേതൃത്വം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നത്, കോൺഗ്രസിലും UDF-ലും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് PV അൻവറിന്റെ പിന്തുണ നേടിയെടുക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കണം എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അത് PV അൻവർ ഒറ്റയ്ക്ക് വന്ന് വേണമോ, അല്ലെങ്കിൽ PV അൻവർ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുത്തുകൊണ്ടായിരിക്കണമോ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ ഒരു ആശങ്ക നിലനിൽക്കുന്നത്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ എതിർ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാൾ അടക്കം വലിയ സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ കേരളത്തിൽ PV അൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ UDF-ന്റെ ഭാഗമാക്കി സഖ്യകക്ഷിയാക്കിയാൽ, ഘടകകക്ഷിയാക്കിയാൽ അതൊരു LDF-ന് ഒരു പ്രചരണം ആയുധമാകില്ലേ എന്നതാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. പക്ഷേ മറ്റൊരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത് തന്നെ UDF അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടാണോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ടാണോ നമ്മൾ കേരളത്തിൽ നിലപാടുകൾ സ്വീകരിക്കുക എന്ന ഒരു വിശാല ചിന്താഗതിയും ചില നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ അൻവറിന്റെ മുന്നണി പ്രവേശത്തെ ഒരു ഘടകകക്ഷികളും എതിർക്കുന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ ഒരു തൃശങ്കൂലാക്കുന്നത് കോൺഗ്രസിന്. അതുകൊണ്ടാണ് PV അൻവർ ഒറ്റയ്ക്ക് വരികയോ അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് UDF-ലേക്ക് വരികയോ ചെയ്താൽ അതിനെ സ്വാഗതം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറെടുക്കുന്നത്. ഈ മാസം 23-നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ തന്നെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയും PV അൻവറുമായി തിരുവനന്തപുരത്ത് വെച്ച ഒരു കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നത്. പോപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ചർച്ച ഒരു ദുഃഖാചരണത്തിന്റെ ഭാഗമായി നീട്ടിവെച്ചിരിക്കുകയാണ്. പക്ഷേ 23-ന് മാറ്റിയാലും ഈ ആഴ്ചയിൽ തന്നെ അൻവറുമായി ചർച്ച നടത്തി ഒരു സമവാക്യത്തിലെത്തി ഈ രാഷ്ട്രീയ കാര്യങ്ങൾ, കേരളത്തിന്റെ ഈ സാഹചര്യത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ അൻവറിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അൻവറിന്റെ കൂടി അല്ലെങ്കിൽ അൻവറിനെ കൂടി മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് മാത്രമായിരിക്കും നിലമ്പൂരിൽ കോൺഗ്രസ് UDF തെരഞ്ഞെടുപ്പിന് നേടുക. കാരണം കോൺഗ്രസിന്റെ പരമ്പരാഗതമായ സീറ്റ് UDF-ന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റാണ്, സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അത് ആര്യാടൻ മുഹമ്മദ് മുതൽ ആര്യാടൻ ആന്റണി കോൺഗ്രസിന്റെ ഭാഗമായി LDF-ൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് ആര്യാടൻ മുഹമ്മദിന്റെ ഭാഗമായി LDF-ന്റെ കയ്യിലേക്ക് ആ സീറ്റ് പോകുന്നത്. അല്ലാതെ ആ കാലങ്ങളിലെല്ലാം തന്നെ, അതായത് കോൺഗ്രസിൽ നിന്ന് പോകുന്ന TN ഹംസയും അതുപോലെ കുഞ്ഞാലിയും ഒക്കെയാണ് നിലമ്പൂരിൽ ജയിച്ചിട്ടുള്ള മറ്റ് ഇടത് നേതാക്കൾ. അല്ലാതെ എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ആണ് നിലമ്പൂരിൽ ജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു അടിസ്ഥാന പാർട്ടി സംവിധാനമുള്ള ഒരു സീറ്റ് വിട്ടുകളയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല. കാരണം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന് കഴിഞ്ഞതിനു ശേഷം 6 മാസത്തിനകം തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതിനുശേഷം 2026-ലെ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അങ്ങനെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് അൻവറിനെ കൂടി മുഖവിലക്കെടുത്ത് അൻവറിനെ കൂടി കൂട്ടി ഒരു പുതിയ സഖ്യം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളൊരു സ്ട്രാറ്റജി കൂടി UDF ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തായാലും അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ കോൺഗ്രസിൽ രണ്ട് അഭിപ്രായം നിലനിൽക്കുകയാണ്. നീലിമ, അതായത് നിലമ്പൂരിൽ LDF ജയിച്ചു കയറിയത് PV അൻവറിനെ കൊണ്ടായിരുന്നു. PV അൻവർ ഇല്ലാതെ അവിടെ LDF-ന് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവുമില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസും പയറ്റുന്നത്. PV അൻവർ ഇല്ലാതെ നിലമ്പൂരിൽ ജയിക്കാനാകില്ല. അതായത് PV അൻവറിന്റെ ശക്തിയൊക്കെ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആണ് വിഷയം. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള തർക്കമൊക്കെ നമുക്കറിയാവുന്നതാണ്. അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്, രാഷ്ട്രീയമായി വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ കൂടെ ഇരുത്തിക്കൊണ്ട് കോൺഗ്രസ് അത്തരത്തിൽ ഒരു ധാരണയ്ക്ക് തയ്യാറാകില്ല എന്നതല്ലേ ഈ ഘട്ടം വരെ നമ്മൾ എടുക്കേണ്ട ഒരു ധാരണ? നീലിമ, ഒരു കാര്യം കൂടി ഇതിൽ ചേർത്ത് പറയാനുള്ളത്, കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനു മുമ്പ് കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം തന്നെ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിലെല്ലാം തന്നെ മാറ്റമുണ്ടായിരുന്നു. സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെയൊക്കെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് PV അൻവർ LDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM-ന്റെ ഒരു സിറ്റിംഗ് സീറ്റാണ്. അത് CPM-ന്റെ LDF-ൽ ധാരണ പ്രകാരം
CPM-ന് മത്സരിക്കാൻ കിട്ടുന്ന ഒരു സീറ്റാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അവിടെയാണ് പാർട്ടി ചിഹ്നവും പാർട്ടി പതാകയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ലീഗുകാരനായ അല്ലെങ്കിൽ കോൺഗ്രസുമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ആളെ PV അൻവറിനെ മത്സരിപ്പിക്കുകയും ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേരളത്തിൽ LDF നടത്തുന്ന ഇത്തരത്തിലൊരു സ്ട്രാറ്റജി ഉണ്ട്. കാരണം തൃക്കാക്കരയിൽ ആദ്യ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ തൃക്കാക്കരയിൽ PT തോമസിന്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥിയായി വരും അല്ലെങ്കിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയായി വരും എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ ചില യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. കാരണം CPM-ന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ KS അരുൺകുമാറിനെ അടക്കം മാറ്റി നിർത്തിയാണ് മറ്റൊരു സ്വതന്ത്രനായ ഒരു ഡോക്ടറെ അവിടെ പരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. രണ്ടാമത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളിയിലേക്ക് എത്തുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമമൊക്കെ തന്നെ LDF-ന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. രണ്ടാമത് ഏറ്റവും അവസാനത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാടാകട്ടെ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ KPCC-യുടെ നേതാവായിട്ടുള്ള ഡോക്ടർ P സരിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി നടത്താൻ LDF തയ്യാറെടുത്തിരുന്നു. ആ തരത്തിലുള്ള ഒരു പ്ലാനിങ് ഇത്തവണ നിലമ്പൂരിലും LDF പയറ്റുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോലും കടക്കുന്ന കാര്യത്തിൽ LDF ഇതുവരെ കടന്നിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും ഒക്കെ തന്നെ പാർട്ടി ചിഹ്നത്തിൽ പാർട്ടിയുടെ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ മത്സരിക്കണം. അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സുരാജിന്റെ അടക്കം പേരാണ് ജില്ലയിൽ നിന്നും ചില നേതാക്കൾ ഉയർത്തിയത്. അതുപോലെ തന്നെ SFI-യുടെ അഖിലേന്ത്യാ പ്രസിഡന്റായ VP സാനുവിന്റെ പേരടക്കം അവിടെ ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു സ്വതന്ത്രനെ തന്നെ വീണ്ടും പരിഗണിക്കാനുള്ള ഒരു ശ്രമമാണ് LDF നടത്തുന്നത്. അതിന്റെ ഒരു വിയോജിപ്പ് കഴിഞ്ഞ ദിവസം CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. കാരണം CPI ഇതിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് പറഞ്ഞിരുന്നു. PV അൻവറിനെ പോലുള്ള ഏതെങ്കിലും ഒരു സ്വതന്ത്രനെയാണ് വീണ്ടും പരീക്ഷിക്കുന്നത് എങ്കിൽ CPM പരീക്ഷിക്കുന്നത് എങ്കിൽ അത് LDF-ന് തന്നെ വലിയ നാണക്കേടായി വലിയ തിരിച്ചടിയായി നേരിടും എന്നുള്ള കാര്യത്തിൽ CPI ഒരു മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷെ ആ CPI നൽകിയ മുന്നറിയിപ്പിനെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ അടക്കം CPM-ന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അടക്കം അതിനെ തള്ളിക്കളയുന്നു. LDF കൺവീനർ അതിനെ തള്ളിക്കളയുന്നു. അല്പസമയം മുമ്പാണ് എളമരം കരീം പോലും അല്പസമയം മുമ്പ് എനിക്കൊരു പ്രതികരണം എളമരം കരീം PV അൻവറിനെ ചൊല്ലി നിലമ്പൂരിനെ ചൊല്ലി വലിയ തർക്കമാണ് UDF-ലും ഒരുപോലെ LDF-ലും പ്രകടമാകുന്നത്. വിവരങ്ങളാണ് അഖിൽ പാലോട്ടുമഠം പങ്കുവച്ചത്.